അവര് കാളിയെ സമീപിച്ച് കാളിയുടെ തീരുമാനം അവർക്ക് വേണ്ടതുപോലെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ടാമതൊരു കാളിയുടെ അടുത്ത് പോകും. ആ രണ്ടാമത്തെ കാളിയുടെ തീരുമാനം വേണ്ടതുപോലെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മൂന്നാമത്തൊരു കാളിയുടെ അടുത്ത് പോകും. ഇങ്ങനെ ബനൂ ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഒരു കാളിക്ക് പകരം 3 കാളിമാരെ നിശ്ചയിക്കാറുണ്ടായിരുന്നു. ഈ കാളിമാര് സത്യസന്ധരാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഒരിക്കൽ ഒരു മലക്ക് വരികയാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. ഒരു മലക്ക് ഒരു കുതിരപ്പുറത്ത് വരികയാണ്. ആ മലക്ക് കുതിരപ്പുറത്ത് വന്നുകൊണ്ട് ആ നാട്ടിലെ പഞ്ചായത്ത് കിണറുണ്ട്. ആളുകളൊക്കെ വെള്ളം കോരാൻ വേണ്ടി ആ പഞ്ചായത്ത് കിണറിലേക്കാ വരിക. ആ പഞ്ചായത്ത് കിണറിന്റെ അടുത്ത് ചെന്ന് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി മലക്കവിടെ നിന്നു. ആളുകൾ അങ്ങനെ വന്നു വെള്ളം കോരിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പശുവും ആ പശുവിന്റെ കുട്ടിയെയുമായിട്ട് ഒരാൾ വന്നു. ആ പശുവിന്റെ മുതലാളി കിണറിൽ നിന്ന് വെള്ളം കോരി പശുവിനും കുട്ടിക്കും ഒക്കെ വെള്ളം കൊടുത്തു. അങ്ങനെ വെള്ളം കൊടുത്തതിന് ശേഷം പശുവിനെയും കുട്ടിനെയും കൂട്ടി ഇയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ഈ മലക്ക് ചെറിയൊരു സിഗ്നൽ കൊടുത്തു. ആർക്ക്? പശുവിന്റെ കുട്ടിനോട് മെല്ലെ സിഗ്നൽ, കമോണർ ഇങ്ങോട്ട് വാങ്ങാർ. ആ കുട്ടി ഉടനെ തന്നെ അമ്മയായ തള്ളപ്പശുവിനെ നോക്കാതെ ഉടമയായ മനുഷ്യനെ നോക്കാതെ ആ കുട്ടി ഉടനെ തന്നെ വന്നപ്പോ ഈ മലക്ക് കുതിരന്റെ അടുത്തേക്ക് ഇഷാറത്താക്കി. ഈ പശുവിന്റെ കുട്ടി കുതിര തള്ളയുടെ എന്ന് പറഞ്ഞാൽ ആ കുതിരയുടെ അടുത്ത് ചെന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ഒരുങ്ങി. ആ സമയത്ത് പശുവിന്റെ മുതലാളി വന്ന് മനുഷ്യരൂപത്തിലുള്ള മലക്കിനോട് പറഞ്ഞു, അത് എന്റെ പശുവിന്റെ കിടാവാണ്, ഞങ്ങൾക്ക് വേണം. ആ പശുവിന്റെ കിടാവ് നിങ്ങളതാണ് എന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഈ പശുവിനെയും കിടാവിനെയും ഒരുമിച്ച് കൊണ്ടുവന്നതാണ്, ഇതുവരെ എന്റെ കൂടെ തന്നെയായിരുന്നു. മലക്ക് പറഞ്ഞു, കിടാവ് നിങ്ങളെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും. മുതലാളി പശുവിന്റെ കിടാവിനെ വിളിച്ചു വരാൻ പറഞ്ഞു, കിടാവ് പോകുന്നില്ല. അവസാനം ഈ പശുവിന്റെ മുതലാളി കാളിയാരെടുത്ത് സമീപിച്ചു. കാളിയാരെടുത്ത് പോവുകയാണ് എന്ന് കണ്ടപ്പോ ഉടനെ തന്നെ മറ്റൊരു വഴിയിലൂടെ മനുഷ്യന്റെ കോലത്തിൽ വന്ന മലക്ക് ഒന്നാമത്തെ കാളിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ പറയണം ഈ കിടാവ് പശുവിൻ്റെതല്ല കുതിരയുടേതാണ് എന്ന് പറയണം. കാളി പറഞ്ഞു, അതെങ്ങനെ ഞങ്ങൾ പറയാ? ഒരു പശുവിന്റെ കുട്ടിനെ ചൂണ്ടിയിട്ട് ഇത് കുതിരന്റെ കുട്ടിയാന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഉടനെ തന്നെ ഈ മനുഷ്യന്റെ രൂപത്ത് വന്ന് ഈ മലക്ക് കീശയെന്ന് നല്ലൊരു കവർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു. കാളിയാർ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ പറയാം. അങ്ങനെ രണ്ടാമത്തെ കാളിയാരെടുത്ത് ചെന്നു. രണ്ടാമത്തെ കാളിയാരെടുത്ത് ചെന്ന് ആ കാളിയാരോട് ഇതുപോലെ പറഞ്ഞു, നിങ്ങളെടുക്കൽ ഇപ്പൊ വരൂ ഒരാള്, ആ വരുന്ന ആളോട് നിങ്ങൾ പറയണം ഇത് പശുവിന്റെ കിടാവല്ല, ഇത് കുതിരന്റെ കിടാവാണ്. അയാളും പറഞ്ഞു, ഞാൻ പറയൂല, ഞാൻ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കോ? അപ്പൊ ഇതേപോലെ പൈസന്റെ കെട്ടുകൊടുത്തു. ഉടനെ ആ കാളി എന്ത് പറഞ്ഞു, ഞാനും നിങ്ങൾ പറയും പോലെ പറയാ. അപ്പോഴേക്കും പശുവിന്റെ കിടാവ് പശുവിനെയുമായിട്ട് ഉടമ വന്നു. കാളിന്റെ അടുക്കൽ ബോധ്യപ്പെടുത്തി. ആദ്യാര് പറഞ്ഞു, ഇത് കുതിരന്റെ കുട്ടിയാണ്, പശുവിന്റെ കുട്ടിയല്ല. രണ്ടാമത്തെ കാളിന്റെ അടുത്ത് ചെന്നു. രണ്ടാമത്തെ കാളി അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് കുതിരന്റെ കുട്ടിയാണ്. മൂന്നാമത്തെ കാളിന്റെ അടുക്കല് മലക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയണം, ഞാനിതാ പൈസ ജാസ്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കെട്ടെടുത്തു. അപ്പൊ മൂന്നാമത്തെ കാളി പറഞ്ഞു, എനിക്ക് ഇപ്പൊ നിങ്ങളെ വിഷയം കേൾക്കാൻ തന്നെ സമാധാനമില്ല. അതെന്ത് നിങ്ങൾക്ക് ഞാനൊരു വിഷയം വന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ സമാധാനമില്ല? നിങ്ങൾ എന്ത് കാളി? കാളി പറഞ്ഞു, ഞങ്ങൾക്ക് ഹൈലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഹൈലുണ്ടായത് കൊണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഗൗരവമുള്ള വിഷയങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സിന് ഒരു ഫ്രീ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പിന്നെ വരി. അപ്പൊ ഈ മലക്ക് ചോദിച്ച്, എന്ത് അത്ഭുതപ്പാ, ഈ ആണുങ്ങൾക്ക് ഹൈലുണ്ടാവുക? അപ്പൊ മലക്ക് ഇത് ചോദിച്ചപ്പോ മലക്കിനോട് കാളിയാർ ചോദിച്ചത്, എന്ത് ആണുങ്ങൾക്ക് ഹൈലുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? ശരി, എന്നാ പിന്നെ ഞാൻ നിങ്ങളോടൊന്ന് അങ്ങോട്ട് കേൾക്കട്ടെ. നിങ്ങൾ ഈ പശുവിന്റെ കുട്ടി കുതിരന്റെ കുട്ടിയാന്ന് എങ്ങനെ പറഞ്ഞത്? അതാർക്കെങ്കിലും ബോധ്യപ്പെടുവോ എന്ന് ചോദിച്ചു. ആ സമയത്താണ് മലക്കിന്റെ ഈ മനുഷ്യന്റെ കോലത്ത് വന്ന് മലക്ക് അവിടെ വെച്ച് പറഞ്ഞു, കാളിയാനി ഫിന്നാർ വ ഖാലിൻ ഫിൽ ജന്ന. 2 കാളിമാര് നരകത്ത് പോകുന്നവരാണ്.
ഒരു കാളി സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കാളിമാരുടെ അവസ്ഥ അതാണ്. അന്നത്തെ ബനൂ ഇസ്രായേലികളുടെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ മറ്റൊരു ഷായിർ പറയുകയുണ്ടായി, റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ടവർ അത് ഉദ്ധരിക്കുന്നുണ്ട്. ഖുലാത്തു സമാനിനാ സാറൂ ലുസൂസൻ ഉമൂമൻ ഫിൽ ഖലായാ ലാ ഖുസൂസൻ. നമ്മളെ കാലത്തെ കാളിമാരില് പൊതുവേ കാളിമാര് കള്ളന്മാരായി പോയിട്ടുണ്ട് എന്ന് അവർ പറയേണ്ടി വന്നു. അദ്ദേഹം വളരെ രസകരമായി പറയുന്നുണ്ട്, ഖശീന മിൻഹുമു ലൗ സാഫഹൂന ലലസൂ മിൻ ഖവാതിമിനാ ഫുസൂസ. നമ്മളെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ കാളി മോതിരുമായിട്ട് പോകുമെന്ന് വരെ ഞങ്ങൾക്ക് പേടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരം ഒരവസ്ഥ ഇല്ലാതെയാകണമെങ്കിൽ നല്ല ആലിമീങ്ങളെ, സുന്നത്തിയമായത്ത് ശക്തിയായി പറയുന്ന ആലിമീങ്ങളെ നമ്മുടെ കാളിമാരെ